ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മിക്ക വീടുകളിലും കാണുന്നതാണ് ഷോക്കേസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഷോ കാണിക്കുന്നതിനാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. വീട് നിർമ്മിക്കുന്നതിൽ വന്ന ആധുനിക മാറ്റങ്ങൾ ഷോക്കേസിൻ്റെ ഘടനയിലും നിർമ്മാണത്തിലും വ്യത്യസ്തത വരുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാട്ടുക എന്നത് തന്നെയാണ് ഷോക്കേസുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഷോക്കേസിൽ വച്ചിരിക്കുന്ന പല വസ്തുക്കളും നമ്മൾ അറിയാതെ നമുക്ക് ദോഷം വരുത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി ബാധിച്ചേക്കാവുന്ന ഫലങ്ങളാവും ഇവ നൽകുക. കാണാനുള്ള ഭംഗി മാത്രം അടിസ്ഥാനമാക്കി ഷോക്കേസുകളിൽ ഓരോ വസ്തുക്കളും വാങ്ങിവെക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ പറയേണ്ടത് പ്രതിമകളെ കുറിച്ചാണ്. പ്രതിമകളോട് ആവശ്യത്തിലധികം അടുപ്പം കാണിക്കുന്നവരാണ് ചിലർ. എവിടെ പോയാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിമകൾ വാങ്ങിക്കുകയും അവ ഷോക്കേസുകളിൽ നിറയ്ക്കുകയും ചെയ്യുന്ന സ്വഭാവവും ചിലർക്കുണ്ട്. ചിലരാകട്ടെ ഷോക്കേസുകളിലെ പ്രതിമകളോട് സുഹൃത്തിനോടോ സഹോദരങ്ങളോടോ കാമുകന്മാരോടോ എന്ന പോലെ സംസാരിക്കുന്ന ശീലമുള്ളവരുമായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവം മാറ്റേണ്ടതാണ്. വാസ്തുപരമായും ആചാരപരമായും ഇവ ദോഷം ചെയ്യുന്നതാണ്. നിരന്തരമായി ഉണ്ടാകുന്ന ഈ ഇടപെടൽ പ്രതിമകൾക്ക് ഊർജം പ്രദാനം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തത് ലൈറ്റുകളും വിളക്കും വെച്ചുള്ള അലങ്കാരമാണ്. ഷോക്കേസിന് ഭംഗി കൂട്ടാൻ അതിലെ പ്രതിമകൾക്ക് വിളക്ക് കത്തിക്കുകയും ലൈറ്റ് ഇടുകയുമെല്ലാം ചെയ്യുന്ന പതിവ് മിക്കവർക്കും ഉണ്ടാകും. കൂടുതലും ഈശ്വര പ്രതിമകൾക്കാണ് പലരും ഇങ്ങനെ ചെയ്തു കാണുന്നത്. എന്നാൽ ഇത് നല്ലതിനേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. പ്രതിമകളെന്നാൽ ഒരു തരത്തിൽ വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങൾക്ക് വിളക്ക് കൊളുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നത് വിശേഷ ചൈതന്യത്തെ കുടിയിരുത്തുന്നതിന് തുല്യമാണ്. വിളക്ക്, ലൈറ്റ് എന്നിവ ഊർജം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത കാര്യം അഭിഷേകവും നിവേദ്യവും സമർപ്പിക്കുന്നതാണ്. ശിവലിംഗം, ഗണപതി, കൃഷ്ണൻ, ദേവി തുടങ്ങിയ രൂപങ്ങൾ മിക്ക വീടുകളിലെ ഷോക്കേസിലും കാണുന്നതാണ്. ചിലർ ഇതിന് അഭിഷേകവും നിവേദ്യവുമൊക്കെ നിത്യേന സമർപ്പിക്കാറുമുണ്ട്. ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് നിത്യപൂജയ്ക്ക് സമമാണ് എന്ന് അറിയുക. ഇത് ഗുണം ചെയ്യുമെങ്കിലും എപ്പോഴെങ്കിലും ഇവ തടസ്സപ്പെട്ടാൽ ഗുണത്തേക്കാൾ ഏറെയുള്ള ദോഷമായിരിക്കും ഫലം. ഇത് ചെയ്യുന്ന വ്യക്തി ആ കർമ്മത്തെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. എന്നാൽ അയാളുടെ അഭാവത്തിൽ ഇവ മുടങ്ങുമ്പോഴാണ് സംഗതി മാറുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് അപൂർണവും പൊട്ടിയതുമായ വസ്തുക്കൾ സൂക്ഷിക്കുന്നതാണ്. പൊട്ടിയതും പൂർണ്ണമല്ലാത്തതുമായ വസ്തുക്കൾ ഷോക്കേസിൽ വെക്കുന്നത് നന്നല്ല. അതുപോലെ തന്നെ ആയുധധാരികളായ ബിംബങ്ങൾ വെക്കുന്നതും ദോഷമാണ്. ചിലരുടെ വീട്ടിൽ പട്ടാളക്കാർ, ആയുധങ്ങളേന്തി നിൽക്കുന്ന ഭഗവതി, വാൾ, പരിച തുടങ്ങിയ പല ആയുധങ്ങൾ, വിവിധ ജീവികളുടെ തലകൾ എന്നിവ ഷോക്കേസിൽ വയ്ക്കുന്നത് കാണാറുണ്ട്. ഇവ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതാവും ഉചിതം. ജീവികളുടെ തലകൾ ഷോക്കേസിൽ എന്നല്ല വീട്ടിലെ മറ്റിടങ്ങളിൽ വെക്കുന്നതോ തൂക്കിയിടുന്നതോ അശുഭകരമാണ്. ഒപ്പം തന്നെ പൊട്ടിയ വസ്തുക്കളും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഷോക്കേസിൽ പ്രതിമകൾ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് കടുത്ത ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രതിമകൾ ഇങ്ങനെ സൂക്ഷിക്കാം. എന്നാൽ ഒരടിയിൽ കൂടുതലുള്ള പ്രതിമകൾ ഒരു കാരണവശാലും ഷോക്കേസിനുള്ളിൽ വെക്കാൻ പാടില്ല. അർദ്ധപ്രതിമകളും ആയുധങ്ങളും വിഷമഭാവത്തിലുള്ള പ്രതിമകളും ഷോക്കേസിൽ നിന്ന് ഒഴിവാക്കണം. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിലെ ഷോക്കേസിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ദോഷഫലങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ യഥാവിധി ചെയ്യുക. കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.